ഡോറിനടുത്തിരുന്ന് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 70 പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമ്മളിത് മൈസൂരിൽ നിന്ന് ഷിർഡിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് റായദുർഗ് സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 16217 മൈസൂർ ഷിർഡി എക്സ്പ്രസ്സിനാണ് ഇന്നത്തെ യാത്ര. വീഡിയോയിൽ അങ്ങനത്തെ കൂടുതലായിട്ട് മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയാണ്. ഇത് തുംകൂറിൽ നിന്ന് വരുന്നൊരു പുതിയ ലൈനാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് റായദുർഗ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തുംകൂറിൽ നിന്ന് പുതിയതായിട്ട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ലൈനാണ് തുംകൂർ റായദുർഗ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട്. നമ്മളിപ്പോൾ ആക്ച്വലി ആന്ധ്രാപ്രദേശിലാണ്. ഇവിടെ ഒരു APSRTC ഡിപ്പോ ആണ്. നമ്മൾ ജസ്റ്റ് മൊക്കൽമുഗൂരു എന്ന് പറഞ്ഞ ആ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ ആന്ധ്രയിലോട്ട് കയറി. ഈ കാണുന്നത് APSRTCയുടെ റായദുർഗം ഡിപ്പോ ആണ്. നമ്മളൊരു വളരെ ചെറിയ ദൂരം ആന്ധ്രാപ്രദേശ് കൂടെ ഓടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് കർണാടകയിലോട്ട് കയറും. ദുർഗ് എന്ന് പറഞ്ഞാൽ കോട്ടയാണ്. അപ്പോൾ ഈ റായദുർഗം എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ കോട്ടയെല്ലാം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും കാര്യം മലയെ കണ്ട് നല്ലൊരു കോട്ടയേക്കാളൊരു ഫീലുണ്ട്. ക്രിസ്മസ് ദിവസമായിട്ട് ഇവിടുന്ന് മാച്ചാണല്ലോ. വെയിൽ നേരെ ലെൻസിലേക്കാണ്. നമ്മളത് ഇവിടുന്ന് ഹുബ്ലി ഡിവിഷനിലോട്ട് കയറി. അവിടെ ഒരു കുഞ്ഞു ബോർഡ് ഉണ്ടായിരുന്നു, ഹുബ്ലി ഡിവിഷൻ എന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും നേരം നമ്മൾ മൈസൂർ ഡിവിഷനിലായിരുന്നു. നമ്മളിപ്പോൾ ഹുബ്ലി ഡിവിഷനിലോട്ട് കയറി. ഇനി നമ്മൾ ഏകദേശം ഇന്ന് മിഡ് നൈറ്റ് അല്ല, ഏകദേശം നാളെ രാവിലെ 3 മണിക്ക് നമ്മൾ ഹോട്ട്ഗി സ്റ്റേഷൻ കടക്കുന്നവരെ നമ്മൾ ഹുബ്ലി ഡിവിഷനിലായിരിക്കും. അപ്പോൾ റഫ്ലി ഇപ്പോൾ 12 മണിക്കൂർ ദൂരം നമ്മൾ ഹുബ്ലി ഡിവിഷനിൽ തന്നെ ഓടും. ആ കാണുന്നതാണ് റായദുർഗ് സ്റ്റേഷൻ. റായദുർഗ് എന്നാണ് എഴുതിയിരിക്കുന്നത്. റായദുർഗം എന്നാണ് തെലുങ്കിൽ അവർ പറയുന്നത്. റായദുർഗം എന്നാണ് തെലുങ്കിൽ എഴുതിയിരിക്കുന്നത്. നല്ല ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം അങ്ങ് താന്ന് കിടക്കുകയാണ്. ഗ്രൗണ്ട് ലെവൽ പ്ലാറ്റ്ഫോം തന്നെ വിളിക്കാം നമുക്ക്. അവിടെ നിന്ന് അങ്ങോട്ട് സ്ലോപ്പ് ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് നല്ല പ്രോപ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത്രയും ദൂരം ഗ്രൗണ്ട് ലെവലായിരുന്നു. കുറേ ആൾക്കാരുണ്ട് പ്ലാറ്റ്ഫോമിൽ. ഇതൊക്കെ ട്രെയിനിൽ കയറാനുള്ളവരാണോ വൈകുന്നേരം ട്രെയിൻ കാണാൻ വന്നാണോ എന്ന് അറിയാൻ വേണ്ടിട്ടോ. എന്തായാലും കാലി പ്ലാറ്റ്ഫോമാണ്. അതിൽ കടയോ അങ്ങനൊന്നുമില്ല. ഇപ്പോൾ പണിയെടുക്കാൻ തോന്നുന്നു. പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. പണിയെടുക്കാൻ തോന്നുന്നു കണ്ടിട്ട്. അവിടെ സിഗ്നലിങ്ങിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല സ്റ്റേഷനിൽ. നല്ല പച്ചവെള്ളം പോലും ഇപ്പോൾ കിട്ടില്ല. ഇപ്പുറത്തെ സൈഡിൽ ഒരു ട്രെയിൻ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ബാംഗ്ലൂർക്ക് പോകുന്ന ട്രെയിനാണ്. ഒരു DP4 ആയിരുന്നു. ഇതിപ്പോൾ നമ്മളിപ്പോൾ വന്ന് കയറിയ സ്ഥിതിക്ക് ഇപ്പോൾ കിട്ടും. അതിൻ്റെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബോർഡാണ്. ഹുബ്ലി ഉണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, ഹോസ്പേട്ട് ഉണ്ട്, ഹോസ്പേട്ട് ഹരിഹർ, പിന്നെ ഹുബ്ബള്ളി വിജയപൂർ. ഇതിപ്പോൾ എൻ്റെ ഹോസ്പേട്ട് ബാംഗ്ലൂർ സർവീസാണിത്. സ്ലീപ്പർ കോച്ചൊക്കെയുള്ള ട്രെയിനായിരുന്നു. ഇപ്പോൾ ഡേ നൈറ്റ് ഓടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ റായദുർഗത്തിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോയി. അത് നിന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ട് പ്ലാറ്റ്ഫോം പോലും ഉണ്ടായിരുന്നില്ല. കണ്ടോ, ഇങ്ങോട്ടൊന്നും പ്രോപ്പറായിട്ട് പ്ലാറ്റ്ഫോം പോലും ഉണ്ടായിരുന്നില്ല. ആ സ്ഥലത്താണ് ഉണ്ടായിരുന്നു. അടിപൊളി. ഇത്ര ചെറിയ സ്റ്റേഷൻ അല്ലേ.
ജസ്റ്റ് നിർത്തുക വിടുക അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് കാര്യമായിട്ട് നിൽക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് നിന്നു, ആൾക്കാർ ജസ്റ്റ് കയറി ഇറങ്ങി വണ്ടി പുറപ്പെട്ടു. അത്രേ ഉള്ളൂ. റായദുർഗ് എന്ന് മാത്രമായിരുന്നു പഴയ ബോർഡ്. പുതിയ ബോർഡോടെ റായദുർഗ് ജംഗ്ഷൻ എന്നാക്കിയിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ റായദുർഗിൽ നിന്ന് തുംകൂറിലോട്ടൊരു പുതിയ റെയിൽവേ ലൈൻ പണി നടക്കുന്നുണ്ട്. ഒരു ചെറിയ ഭാഗം കമ്മീഷൻ ചെയ്തു. അത് ഫ്രൈറ്റിന് വല്ല ഉപയോഗിക്കേണ്ടത് എനിക്കറിയില്ല. ഞാൻ നേരത്തെ ലൈൻ കാണിച്ചായിരുന്നു അതോട് കയറി വരുന്നത്. അപ്പോൾ ആ ലൈനും കൂടെ വന്നതോടുകൂടി ഇത് ജംഗ്ഷനായി മാറി. പച്ചമുളകാണോ എന്ന് സംശയം കേട്ടോ. കൃഷി നമ്മൾ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ പതുക്കെ ഓടുകയാണ്. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. ഈ റൂട്ടിൽ എനിക്ക് തോന്നുന്നു 80 മറ്റോ ഉള്ളെന്ന് തോന്നുന്നു മാക്സിമം സ്പീഡ്. കാര്യം നമ്മൾ വലുതായിട്ട് ഇതുവരെ സ്പീഡ് പിടിച്ചിട്ടില്ല. വിചാരിച്ച പോലെ തന്നെ ഏതോ ഒരു സ്റ്റേഷൻ ഹോം സിഗ്നലാണ് മുന്നിൽ കാണാം. ഇനി അറ്റത്ത് ഒരു ട്രെയിൻ നിൽക്കുന്ന കാണാം, വേറൊരു ഡീസൽ ലോക്കോ. കാണാൻ പറ്റണമെന്ന് അറിയില്ല. അങ്ങേ അറ്റത്ത് ഒന്നുമില്ല, വെറും ഡ്രൈ ലാൻഡാണ്. കണ്ടോ, ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആകെ അപ്പുറത്തോട്ട് മാറി കുറച്ച് മരങ്ങളുണ്ട്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഡ്രൈ ആണ്. നമുക്ക് സിഗ്നലായി ലൂപ്പിലേക്കാണ് നമുക്ക് സിഗ്നൽ തന്നിരിക്കുന്നത്. അപ്പോൾ ക്രോസ് ചെയ്യാനുള്ള ട്രെയിൻ മെയിൻ ലൈൻ നിൽക്കുകയായിരിക്കും. മെയിൻ ലൈനിലാണ് ഒരു ഫ്രൈറ്റ് നിൽക്കുന്നത് കാണാം. ആക്ച്വലി 2 ഫ്രൈറ്റ് ഉണ്ട്, അതാണ് സംഭവം. എക്സ്ട്രീം ലെഫ്റ്റ് ലൂപ്പിൽ ഒരു ഡീസൽ ഹോൾഡ് ഫ്രൈറ്റും പിന്നെ റൈറ്റ് സൈഡിലെ ലൂപ്പിൽ ഇലക്ട്രിക് ഹോൾഡ് ഫ്രൈറ്റും ഉണ്ട്. അതാണ് സംഭവം. അവിടെ നമ്മുടെ ലോക്കോ പ്ലാറ്റ്ഫോം ലൈനിലോട്ട് കയറുന്ന കാണാം. ഇപ്പോഴത്തെ ട്വിൻ പൂനെ WDG4 ആണ്. 70011 ഇനി വേറെ തന്നു. അപ്പുറത്തെ സൈഡിൽ പിടിക്കാൻ പറ്റുമോ നമ്മളെ? ഇപ്പുറത്തേം കിട്ടി നമ്മൾ. ഇനി ഏതെങ്കിലും സ്റ്റേഷനും കൂടെ നോക്കിയേക്കാം. നമ്മൾ ഓടി നടന്ന് അപ്പുറം ഇപ്പുറമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കും. ഇത് ഏതോ ഒരു സ്റ്റേഷൻ. നമ്മൾ സ്റ്റാർട്ടർ എന്ന ലാമ്പർ നമ്മൾ നിർത്തില്ല. സോമലാപുരം. ഇതാണ് സ്റ്റേഷൻ, സോമലാപുരം. ആന്ധ്രയിൽ തന്നെ നമ്മളിപ്പോഴും ഇതുവരെ കർണാടകയോട് തിരിച്ചു കയറിയിട്ടില്ല. ഇതൊക്കെ ടിപ്പിക്കൽ ലോ ലെവൽ പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് നിൽക്കും. കണ്ടോ, നമ്മുടെ ലാസ്റ്റ് പടി ഏകദേശം പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റിലാണ്.
ഹെവി ഫ്രൈറ്റ് റൂട്ടാണത്. ഹെവി ഫ്രൈറ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഹെവി ഫ്രൈറ്റ് റൂട്ടാണ്. നമ്മൾ ഒരുമാതിരി ഈ റൂട്ടിൽ മിക്കവാറും സ്റ്റേഷനിലൊക്കെ ഫ്രൈറ്റ് ഉണ്ടായിരുന്നു. ചിലതൊക്കെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല, എല്ലാം ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടില്ല. കാര്യം ഫ്രൈറ്റാണ് ഇവിടുത്തെ മെയിൻ വരുമാന മാർഗം. സീ ലെവലിൽ നിന്ന് 474 മീറ്റേഴ്സ് മുകളിലാണ്. ഓൺബോർഡ് ഹൗസ് കീപ്പിംഗ് ഉണ്ട് ഈ വണ്ടിയിൽ. അവർ വന്ന് കോച്ച് വൃത്തിയാക്കുന്നൊക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും സ്പീഡ് കുറച്ചു. വീണ്ടും മഞ്ഞ സിഗ്നലായിരുന്നു. എനിക്കൊന്ന് വീണ്ടും ഹോമർ ഇട്ടായിരിക്കും. നാഷണൽ ഹൈവേ മുകളിൽ കൂടെ പോകുന്നത്. നമ്മളിപ്പോൾ ഉബുലാപുരം എത്താറായി. ഇത് കഴിഞ്ഞാലാണ് ബെല്ലാരി. വണ്ടി ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് ലേറ്റാണ് ഇപ്പോൾ തന്നെ. നല്ല ഷാർപ്പ് കേവാണ്. നമ്മുടെ ഹോം സിഗ്നൽ അവിടെ കാണാം. പഞ്ഞ വീണ്ടും നമ്മൾ ലൂപ്പിലേക്കാണ് തോന്നുന്നത്. ഇതാണെന്ന് ഉബുലാപുരം സ്റ്റേഷൻ. ഇവിടെ എന്തെങ്കിലും കാണാനില്ല. നമ്മൾ എന്തിനാണ് ഇപ്പുറത്താണ് സ്റ്റേഷൻ. നീണ്ടു നിവർന്ന് കിടക്കുന്നേ ഉള്ളൂ. എന്തായാലും പ്ലാറ്റ്ഫോമിൽ ബോർഡൊക്കെ അങ്ങേ അറ്റത്തെ ബോർഡൊക്കെ കാണാനുള്ള. ഇനി ഓപ്പോസിറ്റ് വല്ല ഫ്രൈറ്റ് വരാൻ വേണ്ടി നമ്മളെ കാത്തു നിർത്തുന്നതായിരിക്കും ഇവിടെ. ഭയങ്കര മാറ്റം. ആൾക്കാരാണോ മൃഗങ്ങളാണോ എന്ന് അറിയാമല്ലോ. പ്ലാറ്റ്ഫോമിന് മുകളിൽ മൊത്തം ആൾക്കാർ എന്താ പറയുക, 2-ന് പോയിരിക്കുക. തീട്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇതൊരു സ്മെല്ല. പ്ലാറ്റ്ഫോമിലൂടെ നിന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ കീട്ടം കിടക്കുന്ന കണ്ടപ്പോൾ ഐഡിയ അങ്ങ് ഉപേക്ഷിച്ചു. വേണ്ട, നമ്മൾ അറിയാണ്ട് വല്ലതും ചവിട്ടി കഴിഞ്ഞാൽ പിന്നെ കോച്ച് മൊത്തം നാറ്റുമായിരിക്കും. നമ്മൾ ഉബുലാപുരം എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിർത്തിയിരിക്കുകയാണ്. ഉബുലാപുരം ആന്ധ്രാപ്രദേശിലെ മീൻസ് നമ്മളിവിടുന്ന് ആന്ധ്രാപ്രദേശ് ടച്ചിലെ ലാസ്റ്റ് സ്റ്റേഷനാണ്. ഇത് നമ്മൾ തിരിച്ച് കർണാടകയിലേക്ക് കയറും. പിന്നെ നമ്മുടെ യാത്ര കർണാടകയിൽ കൂടെ തന്നെയാണ്. നാളെ എനിക്കൊന്ന് മിഡ് നൈറ്റ്, ഇന്ന് മിഡ് നൈറ്റ്, നാളെ രാവിലെ വരാൻ നമുക്ക് പുറപ്പെടാനുള്ള സിഗ്നലായി. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അബ്സല്യൂട്ട്ലി കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ഞാൻ പുറപ്പെടാനുള്ള സിഗ്നൽ ആയി എന്ന് പറഞ്ഞത് ഹോൺ അടിക്കുകയും ചെയ്തു. ഞാൻ സിഗ്നൽ കാണാൻ വൈകിയത്, അല്ലാണ്ട് സിഗ്നൽ ആയ ഉടനെ അവർ ഹോൺ അടിച്ചതല്ല. സമയം 4:53 നമ്മളിപ്പോൾ ഉബുലാപുരം എത്തിയിട്ടേ ഉള്ളൂ. ഇപ്പം 4 മണിക്ക് വന്ന് ബെല്ലാരി എത്തേണ്ടതായിരുന്നു. ഈ 15 കിലോമീറ്റർ ബെല്ലാരിയിലേക്കുള്ള ദൂരമാണെന്ന് തോന്നുന്നു. അതെ, അടുത്ത 14/9. അപ്പോൾ 15 ബെല്ലാരിയിലേക്കുള്ള ദൂരമാണ്. നമ്മൾ ബെല്ലാരി ജംഗ്ഷനിലേക്ക് പോയില്ല. നമ്മൾ ബെല്ലാരി കാൻറ്റോൺമെൻറ്റ് ബൈപ്പാസ് ജംഗ്ഷൻ, ബൈപ്പാസ് ക്യാബിൻ വഴി കാൻറ്റോൺമെൻറ്റ് അങ്ങനെ കയറിയാൽ പോകും. നമുക്ക് ദൂരെ ഒരു കോട്ട പോലെയൊക്കെ കാണാം മുകളിലായിട്ട്. അവിടെ മുകളിൽ ആ ഭാഗത്ത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു കോട്ട പോലെയൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ടത് കാണാൻ.
എയർപോർട്ട് നമ്മൾ വീണ്ടും നിർത്തി. എന്താ സംഭവം? നിർത്തിയിട്ട് വീണ്ടും എടുത്തു. അവിടെ സ്റ്റേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഗാർഡ് നിൽക്കുന്നുണ്ടായിരുന്നു. ഗാർഡ് അതിൽ പെട്ടിയുണ്ടായിരുന്നു. എനിക്ക് അത് കയറ്റാൻ വേണ്ടി നിർത്തിയതാണെന്ന് തോന്നുന്നു. ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഡ്യൂട്ടി തീർത്ത ഫ്രൈറ്റ് ഗാർഡായിരിക്കും ഇത്. അടിപൊളി. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് മലയാളം അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ലൈൻ എന്താണോ, ചുമ്മാ ഒരു സൈഡിങ് ലൈനേ ഉള്ളൂ എന്ന് തോന്നുന്നു. അവിടെ വരെ പോയിട്ട് അവസാനിക്കാൻ തോന്നുന്നു പറഞ്ഞിട്ട്. ബെല്ലാരി എത്താറായി. ഈ റോഡ് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നമുക്ക് പാരലായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് തോന്നുന്നു, എന്താണ് റിപ്പീറ്റ്, നമ്മൾ ബെല്ലാരി ജംഗ്ഷനിലേക്ക് പോയില്ല. ഈ ട്രെയിൻ പണ്ട് ബെല്ലാരി ജംഗ്ഷനിൽ പോയി റിവേഴ്സ് ചെയ്തിരുന്നു. ഇപ്പോൾ അത് ബെല്ലാരി ജംഗ്ഷൻ പോകുന്നതിന് പകരം ഇതിപ്പോൾ ബൈപ്പാസ് ലിങ്ക് ക്യാബിൻ വഴി നേരെ ബെല്ലാരി കൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിലാണ് പോയി നിൽക്കുന്നത്. ബെല്ലാരി കൻറ്റോൺമെൻറ്റ് നേരെ അങ്ങ് പോകുള്ളൂ. നമുക്ക് ആ ഒരു റിവേഴ്സിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് ഭാരത് ബെൻസ് ലോറിയായിട്ടൊരു കോമ്പറ്റീഷൻ ആയാലോ? ലോറി പറയുന്നത് ലോറിക്ക് താല്പര്യമില്ല. റായ്ചൂർ ബെല്ലാരി കൊപ്പൾ മിൽക്ക് യൂണിയൻ. ഭാരത് ബെൻസാണ്. അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ നോർത്ത് കർണാടകയിലോട്ട് വന്നുള്ള ഒരു ടിപ്പിക്കൽ ലാൻഡ്സ്കേപ്പാണ്. നമ്മൾ സൗത്ത് കർണാടക അല്ലെങ്കിൽ കാനറ റീജിയനിൽ കാണുന്ന പച്ചപ്പൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ഡ്രൈ ആണ്. ഇതൊരു മിനറൽ റിച്ച് സോണാണ്. ഇവിടെ നല്ലോണം അയണോർ ട്രേഡിങ്ങും മറ്റുള്ളൊരു സ്ഥലമാണ്. തുംഗഭദ്ര കനാലായിരുന്നു. അയണോർ മൈനിങ്ങും ഒക്കെ ഉള്ളൊരു ഏരിയ ആണിത്. അപ്പം മിനറൽ റിച്ച് ആണ്. അപ്പം ഇവിടെയുള്ള ആൾക്കാരുടെ കയ്യിൽ, മീൻസ് ബിസിനസ്മാൻമാരുടെ കയ്യിൽ നല്ല കാശുണ്ട്. പക്ഷേ അതർവൈസ് ബാക്ക്വേർഡായിട്ടുള്ള റീജിയനാണ്. നമ്മൾ സ്പീഡ് കുറഞ്ഞു. നമ്മൾ ബെല്ലാരി ക്യാബിനെത്താറായി. ഞാൻ ബെല്ലാരിയിൽ പണ്ട് ജോലി ആവശ്യത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ബെല്ലാരിയിലൊരിക്കൽ ഒരു എക്സാമിനറായിട്ട് വന്നിട്ടുണ്ട്. അതാണ് ബെല്ലാരിയിൽ ആകെ കൂടി ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. അന്ന് പക്ഷേ ഞാൻ വന്നിട്ട് തിരിച്ചു പോയത് ഷിർഡി മൈസൂർ എക്സ്പ്രസ്സിനായിരുന്നു. അന്ന് ട്രെയിനിൻ്റെ റൂട്ട് ഡിഫറെൻ്റ് ആണ്. അതാണ് ട്രെയിൻ ഗുണ്ടക്കൽ വഴി പോയിക്കൊണ്ടിരുന്നത് അന്ന്. ഇത് മൈൻ ട്രക്കാണ്. റെഡ് കളർ കണ്ടില്ലേ ടയറിലൊക്കെ, ആക്സിലൊക്കെ മൈനിൽ ഓടുന്ന ട്രക്കാണ്. ഇത് ലോറികളുടെ ഹോൾസെയിൽ മാർക്കറ്റ് പോലെ ഉണ്ടല്ലോ. നിറച്ച് ടിപ്പർ ലോറികളാണ്. മിക്കവാറും ടിപ്പർ ലോറികളുടെ ഒക്കെ ലോഡ് ബോഡിയിൽ നല്ല ചുമന്ന കളർ കാണാൻ പറ്റും. അപ്പോൾ അയണോ ട്രാൻസ്പോർട്ടേഷനിൽ ഉള്ള ട്രക്കുകളാണെന്ന് തോന്നുന്നു. മെയിൻ്റനൻസ് ചെയ്യാനാണെന്ന് തോന്നുന്നു ട്രക്കുകളുടെ. നമ്മൾ തിരിയായിന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡിലത്തെ ഡോർ ഓക്യുപ്പൈഡ്, കാര്യം ഇറങ്ങാൻ ആൾക്കാരുണ്ട്. അങ്ങോട്ട് പോകാൻ നമ്മൾ തിരിയാണ്. നമ്മളിപ്പോൾ ബൈപ്പാസിലോട്ട് കയറുകയാണ്. നേരെയുള്ള ലൈന് നേരെ ബെല്ലാരി സ്റ്റേഷനിലേക്ക് പോകും. ബെല്ലാരി ജംഗ്ഷൻ സ്റ്റേഷനിലോട്ട് പോകും. ഇത് ബെല്ലാരി
NWKRTC ഡിപ്പോയും അതിനപ്പുറത്തുള്ള ബസ് സ്റ്റാൻഡുമാണ്. ഇവിടെ KSRTC, കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു വിഭജിച്ച് 3 ആക്കിയിട്ടുണ്ട്. അതിലൊരു കോർപ്പറേഷനാണത്. NEKRTC എന്നായിരുന്നു. ഇപ്പോൾ KKRTC എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. അത് കല്യാണ കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് KKRTCയുടെ ഡിപ്പോ ആണ്. അതിനപ്പുറത്തുള്ളതാണ് ബസ് സ്റ്റാൻഡ്. നമ്മൾ ജസ്റ്റ് ഇതാ ബൈപ്പാസിലോട്ട് കയറാണ്. നേരെയുള്ള ലൈനുകൾ അങ്ങേറ്റത്തൊരു റോഡ് ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ആ റോഡ് ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഈ റൂട്ട് കൂടെ ഒന്നും കൂടി യാത്ര ചെയ്യണം, നമ്മുടെ ബെല്ലാരി ജംഗ്ഷൻ ഒന്ന് കവർ ചെയ്യാൻ. അല്ല, ഹൂബ്ലി ഗദഗ് ആ റൂട്ടും പെൻഡിങ് ഉണ്ട്. ഹൂബ്ലി ഗദഗ് ഹോസ്പേട്ട് ബെല്ലാരി അങ്ങനെ. കാര്യം നമുക്കിപ്പോൾ തന്നെ സമയം 5 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഹോസ്പേട്ട് എത്തുമ്പോഴേക്കും തന്നെ ഇരുട്ടാവും. മാക്സിമം എനിക്കൊന്ന് ബെല്ലാരി വിട്ട് ഒരു തൊരണകൊല്ലുവോ അപ്പനെ മെല്ലൊക്കെ നമുക്ക് പകൽ വെളിച്ചത്തിൽ എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇരുട്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ റൂട്ട് നമുക്ക് ഒന്നും കൂടി ട്രാവൽ ചെയ്യണം. മുകളിലൊരു കോട്ട കാണാം. പിന്നെ ഈ ബൈപ്പാസ് ലൈനിൻ്റെ അപ്പുറത്തെ സൈഡും കാണാം. അതുവഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഗദഗിൽ നിന്ന് ബെല്ലാരിയിലേക്ക് വരുന്നത്. ആ ട്രാക്ക് വഴിയാണ് വരിക. സൺസെറ്റ് ആയി തുടങ്ങിയപ്പോൾ തന്നെ എനിക്കൊന്ന് ബെല്ലാരി വിടുമ്പോൾ തന്നെ രാത്രി വന്നിരിക്കുന്നു. പക്ഷേ നല്ലൊരു അവസരം പോയി. ഇതും അങ്ങ് അകലെ പാലത്തിനപ്പുറം ഫീബിളായിട്ട് കാണാൻ പറ്റും ചിലപ്പോൾ. അതാണ് ബെല്ലാരി ജംഗ്ഷൻ സ്റ്റേഷൻ. അവിടെ ഒരു വാക് 12B ഒക്കെ നിൽക്കുന്നുണ്ട്. അവിടെ ഏതൊരു ട്രെയിൻ പുറപ്പെടാൻ ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു. മലയുടെ മുകളിൽ കോട്ട കാണുന്നുണ്ടാവില്ലേ? ഞാൻ നേരത്തെ കോട്ടയെ പറ്റി പറഞ്ഞത്. സൺസെറ്റ് ആവാറായി കഴിഞ്ഞു. നമ്മുടെ ട്രെയിൻ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് ജോയിൻ ചെയ്യുന്ന കാണാം. ഇവിടെ നമ്മുടെ ഡബിൾ ലൈനാണ് കേട്ടോ. നമുക്കിനി എനിക്ക് തോന്നുന്നു ഗദഗ് വരെ ഡബിൾ ലൈനാണ് തോന്നുന്നു. അതിനപ്പുറത്തോടെ ഞാൻ കാണാം. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ വണ്ടി വരുന്നത്. കാരണം ബെല്ലാരി ഹോം മഞ്ഞയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ. നമ്മളിപ്പോൾ റൈറ്റിൽ ബൈപ്പാസിൽ നമ്മൾ ജസ്റ്റ് കയറി വന്നുകൊണ്ടിരിക്കുക. ലെഫ്റ്റിലോട്ട് പോകുന്നതാണ് ബെല്ലാരിയിലോട്ട് പോകുന്ന മെയിൻ ലൈൻസ്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. ഒരു ഹോണടി കൂടി കേൾക്കാനുണ്ട്. ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു. ഒരു വാപ്പ് 4 വരുന്നുണ്ട്. ടു 2748 വാപ്പ് 4 വിജയവാഡ ഹുബ്ലി അമരാവതി എക്സ്പ്രസ് ആണിത്.
ഫ്രണ്ടിലുണ്ടായിരുന്ന കോച്ചുകളൊക്കെ വിജയവാഡയ്ക്ക് പോകുന്നതാണ്. പുറകിലത്തെ ഒരു 4-5 കോച്ച് മാത്രം ഗുണ്ടക്കലിന് കട്ട് ചെയ്ത് കാച്ചിഗുഡയ്ക്ക് പോകും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ സ്ലിപ്പ് കോച്ച് സർവീസുള്ള ഏക ട്രെയിൻ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ വണ്ടികളൊന്നും തന്നെ അതിലിപ്പോൾ സ്ലിപ്പ് കോച്ച് സർവീസ് ഇല്ല. അപ്പോൾ ഫൈനലി നമ്മളൊന്ന് സ്പീഡ് പിടിച്ച് തുടങ്ങി. കുറേ നേരമായി നമ്മൾ ഉരുട്ടാൻ തുടങ്ങിയിട്ട്. ആ കോട്ട വലുതായിട്ട് കാണാം, ബെല്ലാരി ഫോർട്ട്. ആ ഒരു പട അതിനുണ്ട്, ബസ്സുണ്ട്, PSR എന്ന് പറയുന്ന കമ്പനിയുടെ. പുറകിൽ ചെറുതായിട്ട് ചന്ദ്രനെ കാണാനുണ്ടോ? സർക്കാർ സ്ഥാപനം കണ്ടിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ക്വാർട്ടേഴ്സും, ചില ക്വാർട്ടേഴ്സിലൊക്കെ ആൾക്കാർ താമസമുണ്ട്. നമ്മൾ ജസ്റ്റ് ബെല്ലാരി കാൻറ്റോൺമെൻറ്റ് ഹോൾട്ട് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇതാണ് ബെല്ലാരി സിറ്റിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് നമുക്കുള്ള സ്റ്റോപ്പ്. ഇതാണ് ബെല്ലാരി കണ്ടോൺമെൻറ്റ്. ബെല്ലാരി ജംഗ്ഷനിലെ സ്റ്റോപ്പ് എടുത്ത് കളഞ്ഞതിന് പകരമായിട്ടാണ് ഈ സ്റ്റോപ്പ് കൊടുത്തിരിക്കുന്നത്. ഹോൾട്ട് സ്റ്റേഷനാണ്. ഇവിടെ ഈ വണ്ടിക്ക് ഹോൾട്ട് കൊടുത്തത് അതിന് പകരമായിട്ടാണ്. ജസ്റ്റ് ബെല്ലാരി കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ അവിടെ നിർത്തി. ഇപ്പോൾ സമയം 5:27. ഇപ്പോൾ സമയം 5:27. നമ്മൾ 1 മണിക്കൂറും 17 മിനിറ്റും ബിഹൈൻഡ് ഷെഡ്യൂളാണ്. കയറാനുള്ള ആൾക്കാരെ കൂടി വരുന്നില്ല. സിഗ്നൽ ഓൾറെഡി പച്ചയാണ്, ഹോൾട്ടാണല്ലോ. ബ്രേക്കർ റിലീസ് ചെയ്യുകയും ചെയ്തു. പെട്ടെന്ന് നമുക്കും കയറിയേക്കാം. ഇപ്പുറത്തൊരു ഗ്രൗണ്ടും ഒക്കെയാണ്, അവിടെ കുറേ പിള്ളേർ കളിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് ഹോൾട്ട് സ്റ്റേഷൻ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ ഒത്തുനടുക്കൊരു സിഗ്നൽ പോസ്റ്റ് വന്നിട്ടുള്ളത്. ഗേറ്റ് സിഗ്നലാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ നിർത്തുന്ന ട്രെയിനുകളാണെങ്കിൽ സിഗ്നൽ കടന്ന് അങ്ങേയറ്റം വരെ പോയി നിൽക്കും. പക്ഷെ അപ്പോഴും സിഗ്നൽ പച്ചയാണെങ്കിൽ മാത്രമേ അവർക്ക് സിഗ്നൽ കടക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സിഗ്നൽ കടക്കാൻ പറ്റില്ല. പബ്ലിക് ഗ്രൗണ്ടാണെന്ന് തോന്നുന്നത്. നല്ല തിരക്കൊക്കെ ഉണ്ടല്ലോ. അതൊരു ബ്രേക്ക് പ്രഷർ ഇൻഡിക്കേറ്റർ ആയിരുന്നു. അതാരും എമർജൻസി ബ്രേക്ക് വലിക്കുക അല്ലെങ്കിൽ എമർജൻസി ബ്രേക്ക് റിലീസാവുകയോ ചെയ്തു. അതാണ് റെഡ് കളറിൽ വന്നത്. ഇപ്പോൾ അത് വീണ്ടും റിലീസായിട്ടുണ്ട്. അതാണ് അതിന് റെഡ് കളർ വന്നത്. അത് പിന്നെ ഫുള്ള് ബ്രേക്ക് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ അത് പച്ചയാവും. ആ പച്ചയാവുന്നതാണ് ഞാൻ കാണിച്ചത്. ഇപ്പോൾ വീണ്ടും റെഡായിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ആരും എമർജൻസി ബ്രേക്ക് വലിച്ചിട്ടുണ്ട്. മിക്കവാറും പ്രോബ്ലി ക്രൂ ചേഞ്ച് ആയിരിക്കും ഇവിടെ. അപ്പോൾ ഇൻകമിങ് ക്രൂ ബ്രേക്ക് ടെസ്റ്റ് ചെയ്യുന്നവനാണ് സാധ്യത. നമ്മൾ പുറപ്പെടുന്നു. ഓപ്പോസിറ്റ് ലൈനിലാണ് നമ്മൾ പുറപ്പെട്ടു. ഓപ്പോസിറ്റ് ലൈനിലൊരു ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പോൾ സമയം 5:33. ഇപ്പോൾ ഏകദേശം 6 മിനിറ്റ് നമ്മളിവിടെ നിന്നു. നമ്മൾ നല്ലോണം ലേറ്റാണിപ്പോൾ. 1.5 മണിക്കൂറിനടുത്ത് ലേറ്റാണ്. വിശാഖപട്ടണത്തിന് ട്വിൻ വാഗ്നൈൻസ് ആയിരുന്നു. ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ ഒരുങ്ങുകയാണ്. താന്ന് തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ വീണ്ടും ഒരു സിഗ്നലുണ്ട്. ഇത് ഏത് സ്റ്റേഷനാണാവോ? നമ്മൾ വീണ്ടും സ്പീഡ് പറഞ്ഞല്ലോ. ഇതിപ്പോൾ എന്താണ് ഉദ്ദേശം? ഈ വീക്ക്ലി ട്രെയിനുകൾക്കൊരു കുഴപ്പമാണത്. കാര്യം അവർ ലോവസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക വീക്ക്ലി ട്രെയിനുകൾക്ക്. അതായത് ഒരു സ്ലോട്ടിൽ എല്ലാ ദിവസവും വെവ്വേറെ ട്രെയിനുകളായിട്ട് ഓടിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഓടുന്ന ട്രെയിനാണ്. ഈ സ്ലോട്ടിൽ വേറെ വണ്ടിയൊന്നുമില്ല.
അങ്ങനത്തെ വണ്ടികൾക്ക് ലോവസ്റ്റ് പ്രയോറിറ്റിയാണ്. ഫ്രൈറ്റും എല്ലാം കടത്തി വിട്ടാൽ നമ്മൾ പോകുന്നു. ഏതാ സ്റ്റേഷൻ അറിയില്ല. അപ്പുറത്തെ സൈഡിൽ ഫ്രൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്ത് അപ്പുറത്തുണ്ട്, അല്ല ഇപ്പുറത്തും ഫ്രൈറ്റ് ഉണ്ട്. രണ്ട് സൈഡിലും ഫ്രൈറ്റ് ഉണ്ട്. നമുക്ക് അപ്പുറത്തെ സൈഡിൽ എന്താ നോക്കണം. ഇപ്പുറത്തെ ഒരു G9 ഹോൾഡ് ഫ്രൈറ്റ് ആണ്, ട്വിൻ G9 ആണ്. കാസിപ്പേട്ടല്ലേ? ഇത് നമ്മൾ നേരത്തെ കണ്ട റേക്കാണ്. നമ്മൾ നേരത്തെ ഒരു റേക്ക് കണ്ടില്ല, അതേ സാധനമാണ്. കോയിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ. ഏതായിരുന്നു സ്റ്റേഷൻ എന്നറിയില്ല. ഇപ്പുറത്തെ സൈഡ് ഡീസലാണ്. ട്വിൻ ഡീസൽ. അത് ഏതാണ് സ്റ്റേഷൻ എന്നറിയില്ല. ബെല്ലാരി കന്റോൺമെന്റ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ബെല്ലാരി കന്റോൺമെന്റ് 2 സ്റ്റേഷൻ ഉണ്ടോ? റെയിൽവേയിലെ നമ്മൾ എങ്ങോട്ട് പോയെന്നറിയില്ല. അവിടെ കുറേ ഫാക്ടറീസ് ഒക്കെ ആണ്. നല്ല ഗോൾഡൻ കളറിലെ സൂര്യൻ പെട്ടെന്ന് നല്ല സ്പീഡിലാണ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്തോ പവർ പ്ലാന്റ് നമ്മൾ കണ്ടിട്ട്, ആ കോഴിയുടെ പോക്കോടിയുടെ പവർ പ്ലാന്റ് ആണ് തോന്നുന്നത്. ചന്ദ്രനുണ്ട്, നല്ല ക്ലിയർ ആയിട്ട് കാണാം. ദരോജി എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. കുറേ നേരം നമ്മൾ 80 km/h ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് 110 അടിച്ചു. ഇപ്പോൾ ഒരു 110 ആണോ 100 ആണോ എന്നറിയില്ല. എന്തായാലും നല്ല സന്തോഷം. അപ്പുറത്ത് എന്തൊരു വാട്ടർ ബോഡി ഉണ്ട്, വെള്ളം കാണുന്നുണ്ട്, ഡാം പോലെ ഉണ്ടെന്ന് കണ്ടിട്ട്. ഡാമാണോ അറിയില്ല. എന്തായാലും ഒരു ലേക്ക് അല്ലെങ്കിൽ ടാങ്കാണ്.
നമ്മളിപ്പോൾ ജിൻഡാലിൻ്റെ ആസ്ഥാനമായ തൊരണകല്ലു എത്താൻ പോവാണ്. ഇപ്പം കുറച്ചും കൂടി കഴിഞ്ഞ് നമ്മൾ തൊരണകല്ലു ജംഗ്ഷൻ പാസ് ചെയ്യും. നമുക്ക് സ്റ്റോപ്പില്ല, നമ്മളവിടെ പാസ് ചെയ്തു. സിഗ്നലാണ്. ബാക്കി കാണുന്നതാണ് ജിൻഡാൽ സ്റ്റീൽ വർക്സിൻ്റെ JSWയുടെ ഫാക്ടറി. നമ്മൾ കയറാൻ പോകുന്ന യാർഡാണ് തൊരണകല്ലു യാർഡ്. വലിയ യാർഡാണ്, ഹ്യൂജ് യാർഡ്. റൈറ്റിലൂടെ മൊത്തം കാണാം, നിവർന്ന് കിടക്കുന്നതാണ് യാർഡ്. നമ്മൾ നേരത്തെ കണ്ട കുളം അല്ലെങ്കിൽ കായൽ എന്നൊക്കെ പറയുന്ന സാധനം, കായലല്ല കുളം അല്ലെങ്കിൽ ടാങ്ക് അവിടെ കാണാം. നമ്മൾ ജസ്റ്റ് തോരണകല്ലൂരിലേക്ക് എത്താണ്. ഇവിടെ വീണ്ടും ഒരു വാക് 12 നടക്കുന്നുണ്ട്, 60272. മൊത്തം ബോക്സ് ആൻഡ് ട്രക്കുകളാണ്. കാര്യം ഇവിടെ അയനോർ അങ്ങോട്ട് കൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പണി. ഇതാണ് തോരണകല്ലൂർ സ്റ്റേഷൻ. JSW സ്റ്റീൽസ് ആണ്, ജിൻഡാൽ സ്റ്റീൽ വർക്ക്സ് ആണ് ഇവിടുത്തെ മെയിൻ കസ്റ്റമർ റെയിൽവേസിൻ്റെ. അവരെ കൊണ്ടാണ് റെയിൽവേയുടെ ജീവിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പുറത്തും നിറച്ച് ഫ്രൈറ്റ് തന്നെയാണ്. നമ്മൾ പുറപ്പെടുകയെന്ന് തോന്നുന്നു. ബ്രേക്ക് റിലീസ് ചെയ്തു. അപ്പം നമ്മളങ്ങനെ തോരണകല്ലു നിന്ന് പുറപ്പെട്ടു. ജസ്റ്റ് അനങ്ങി തുടങ്ങി. അപ്പുറത്തൊരു EMDയുടെ സൗണ്ട് ഇട്ട് തന്നെ ഓടി വന്നത്. പക്ഷെ അത് അപ്പുറത്താണ്, ഫ്ലൈറ്റിൻ്റെ അപ്പുറത്താണത്. ഇപ്പുറത്തെ ലൈനിലൊരു ചെറിയ സർപ്രൈസ് ഉണ്ട്. ഈ ട്രിപ്പിൽ എനിക്ക് കുറച്ചധികം സർപ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് പോകാൻ ഒരു സർപ്രൈസ് എടുക്കണം. എന്താണെന്നുള്ളത് ഞാൻ പറയാം.
ഞാൻ പറഞ്ഞ സർപ്രൈസാണ് കിടക്കുന്നത്, ആ റെഡ് ആൻഡ് യെല്ലോ കളറിൽ. ഈ സാധനം WDG4G നമുക്ക് വേറെ എവിടെയും കാണാൻ കിട്ടാത്തൊരു സാധനമാണ്. 49462 49464 കുത്തി ഷെഡിനെയാണ് രണ്ടും. ഇത് എവിടെയും കാണാൻ കിട്ടില്ല നമുക്ക്. അടിപൊളി. നമുക്കതിന് മറ്റേ സൈഡിൽ എന്തൊക്കെയാണ് നോക്കാം. അത് പിടിച്ച് ഇതിൽ ഇപ്പോഴത്തെ സൈഡിലുണ്ടാകുന്ന ഒരു G9 മിസ്സായി. G9 പക്ഷെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടില്ല. നമുക്ക് DG4G അങ്ങനെയല്ല, നമുക്ക് കാണാൻ കിട്ടാത്തൊരു സാധനമാണ്. അത് കണ്ടത് ഭയങ്കര സന്തോഷം. ബാക്കിൽ ജിൻഡാൽ സ്റ്റീൽ വർക്സിൻ്റെ ഫാക്ടറി കാണാം. കോച്ച് മെയിൻ്റനൻസ് ട്രാക്ക് മെയിൻ്റനൻസുകാരുടെ സംഭവങ്ങളാണ്. അതിനകത്ത് ആൾക്കാർ താമസമുണ്ടോ, ലൈറ്റ് കാണാനില്ല അതിനകത്ത്. സാധാരണ ഇതിൽ അവർ രാത്രി അതിനകത്ത് താമസിക്കില്ല. സാധാരണ ഇതിൽ രാത്രി അവർക്ക് അതല്ലാണ്ട് ക്വാർട്ടേഴ്സിൽ പോകും. ഡേ മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ സൈഡിൽ ലൈൻ എനിക്ക് തോന്നുന്നു JSW യാർഡിലേക്ക് പോകുന്ന ലൈനാണെന്ന് തോന്നുന്നത്. ഈ ലൈനാണ് JSW യാർഡിൽ പോകും. JS നഗറിൻ്റെ വിദ്യാനഗർ എന്ന് പറയുന്ന സ്ഥലം, അത് JSW ടൗൺഷിപ്പാണ്. അവിടെയാണ് അവരുടെ ഫാക്ടറി, സ്റ്റാഫ് ക്വാർട്ടേഴ്സ്. അവിടെ അവർക്കൊരു എയർപോർട്ട് ഉണ്ട്, അമ്പലമുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഈ ലൈനിൽ അങ്ങോട്ട് പോകുന്നതാണ്. നമ്മൾ ഗദഗിലോട്ടുള്ള മെയിൻ ലൈനിൽ പിടിച്ചു. അവിടെ ഫാക്ടറീസ് കാണാം ബാക്കിൽ. വിദ്യാനഗറിൽ നിന്ന് തിരിച്ചു വരുന്ന ലൈൻ അവിടെ കാണാം. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ പോലെയാണ്. അപ്പോൾ ട്രയാങ്കിൾ മറ്റേ സൈഡിൽ നിന്ന് വരുന്ന ലൈന് നിങ്ങൾക്ക് കാണാം. ശരിക്കും ഇവിടെയൊക്കെ നമ്മൾ കുറച്ചും കൂടി നേരത്തെ പാസ് ചെയ്യണ്ടായിരുന്നു. ട്രെയിനിൽ നിന്ന് ലേറ്റ് ആയതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ പാസ് ചെയ്യണം. കുറച്ചും കൂടി നേരത്തെ പാസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി നല്ല വിഷ്വൽസ് കിട്ടിയാണ്. ഇതാണ് മറ്റേ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. അടിപൊളി. ഇത് തുംഗഭദ്ര നദിയാണ്. വെള്ളം കാണാനില്ല, വെള്ളം നീ നടക്കിത്തിരി ഉള്ളൂ. ദൂരെ ദൂരെ നമ്മുടെ പച്ച കാണാം. കുറച്ചെങ്കിലും വെളിച്ചമുള്ള അവസാനത്തെ വിഷ്വൽസാണ്. കഴിഞ്ഞ് ഇരുട്ടായി തുടങ്ങി. ഈ 10 താമസിച്ചാൽ നമ്മൾ ഹൊസപേട്ട ജംഗ്ഷനിലെത്തും. ഹൊസപേട്ട ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊപ്പൽ, ഗാദക് അങ്ങനെയാണ് സ്റ്റോപ്പുകൾ. ഇന്നലെ ഹോസ്പേട്ടും കൂടി കവർ ചെയ്യുമായിരിക്കും. കാരണം നമ്മൾ ലേറ്റാണ്. ഡിന്നർ വന്നു കഴിഞ്ഞാൽ കഴിച്ചു കിടന്ന് തുടങ്ങും. കാര്യം രാവിലെ നേരത്തെ എനിക്കല്ലേ. സൂപ്പാണ്, സൂപ്പ്, ടൊമാറ്റോ സൂപ്പ് വിത്ത് വറുത്ത ബ്രെഡ്. ഇതിൽ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. ചായ, കാപ്പി ഇതൊക്കെയുള്ളൂ. ചിപ്സൊക്കെ ഉള്ളതാണ്. വേറെ അങ്ങനെ കടിയൊന്നും വരുന്നില്ല. നല്ല നിലാവുണ്ട്. ഫുൾ മൂണല്ല, പക്ഷെ ഫുള്ളിന് ഒരു പടി താഴെ അത്രേ ഉള്ളൂ. ദൂരെ ലൈറ്റ് കാണാൻ തോന്നുന്നു ഹോസ്പേട്ട് സ്റ്റേഷൻ. ഇവിടെ ഒരു WDP4 കിടക്കുന്നുണ്ട്, 20034.
പ്ലാറ്റ്ഫോം ഇപ്പോഴത്തെ സൈഡിൽ തന്നെ ഞാൻ തോന്നുന്നു. പ്ലാറ്റ്ഫോമിലോട്ട് കയറി, പക്ഷെ തീരെ വെളിച്ചമില്ല ഇവിടെ, ഒട്ടും വെളിച്ചമില്ല, നല്ല ഇരുട്ടാണ് പ്ലാറ്റ്ഫോമിൽ. ഹൊസാപ്പേട്ടെ ജംഗ്ഷൻ. തീരെ വെളിച്ചമില്ല, ഭയങ്കര മോശം. ബാക്കി നിൽക്കുന്നൊക്കെ AC കോച്ചിലോട്ട് കയറാനുള്ള ആൾക്കാരുമാണ്, അതായത് പ്രീമിയം കസ്റ്റമേഴ്സാണ്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു മിക്സ് മസാല റേക്കാണ്. ഇതിപ്പോൾ എങ്ങോട്ടാണ്? ഇതിപ്പോൾ ഹൊസാപ്പേട്ട ഹുബ്ബള്ളിയാണെന്ന് തോന്നുന്നു ഇപ്പോൾ പോകുന്നത്. അപ്പോഴത്തും ഏതോ ഒരു ട്രെയിൻ വിട്ടു പോകുന്നുണ്ട്, ഏതാണെന്നൊരു പിടിയില്ല. AC കോച്ചൊക്കെ ഉള്ള വണ്ടിയാണത്. കാസിപ്പേട്ട് എന്ന് കണ്ടു. ബെളഗാവി കാസിപ്പേട്ട്. ഇവിടെയാണ് പ്ലാറ്റ്ഫോം നമ്പർ 1. പ്ലാറ്റ്ഫോം നമ്പർ 1 അത്യാവശ്യം ഡെവലപ്മെൻ്റ് ഒക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോമാണ്. കണ്ടോ, നല്ല വൃത്തിയുള്ള പ്ലാറ്റ്ഫോം. ഫുൾ ലെങ്ത് ഷെൽട്ടറുണ്ട്, ലൈറ്റുണ്ട്, ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുണ്ട്. ഇതൊക്കെയുള്ള കുറച്ച് ഡെവലപ്ഡ് പ്ലാറ്റ്ഫോം ആണ് പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മൾ 2 വന്ന് കയറിയത്. ഇവിടെ നല്ലൊരു ആർച്ച് ഗേറ്റ് എൻട്രൻസും ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഈ പ്ലാറ്റ്ഫോം. അപ്പം നമ്മൾ ഹൊസപ്പേട്ടയിൽ നിന്ന് പുറപ്പെടുകയായി. സമയം 7 മണി. എനിക്ക് തോന്നുന്നു നമ്മളൊരു 1 മണിക്കൂറിന് മേലെ ലേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സിഗ്നൽ പച്ച കാണാം. ഇനിയിപ്പോൾ ഉടനെ ഡിന്നർ കിട്ടുമെന്ന് തോന്നുന്നു. ഡിന്നർ കിട്ടിയതിനെ കഴിച്ചു കിടന്ന് ഉറങ്ങാമെന്ന് വെച്ചിരിക്കുക. ഇതായിരുന്നു നമുക്ക് മെയിൻ എൻട്രൻസ്. ഇവിടെ ഒരു ആർച്ച് ഡിസൈൻ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ അമൃത് ഭാരത് പർപ്പൽ നടക്കുന്നുണ്ടാവുമായിരിക്കും, അറിയില്ല. ഇവിടെ 1 സ്റ്റേഷൻ 1 പ്രൊഡക്റ്റ് സ്റ്റാളിൽ മൊത്തം ഫ്രൂട്ട്സ് ആയിരുന്നു. അടിപൊളി. ഇവിടെ ലോക്കൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ആണെങ്കിൽ നല്ലതാണ്. പ്ലാറ്റ്ഫോം 1 അത്യാവശ്യം ഡെവലപ്ഡ് ആണ്. 2 മര്യാദയ്ക്ക് ഷെൽട്ടർ പോലും ഉണ്ടായിരുന്നില്ല. ഒരു AC വെയിറ്റിംഗ് ഹാളൊക്കെ ഉണ്ട്. ഈ വീഡിയോയിൽ ഷേക്ക് വരുന്നുണ്ടെങ്കിൽ അത് പുതിയ ക്യാമറ ആയതുകൊണ്ടാണ്, നമുക്കങ്ങോട്ട് ശീലമായി വരുന്നേ ഉള്ളൂ. പഴയ ക്യാമറയുടെ പോലത്തെ ഒരു സ്റ്റെബിലൈസേഷൻ ഇതിനില്ല. ഇവിടെ ഒരു G9 കിടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, പണ്ട് എറണാകുളത്ത് ആദ്യമായിട്ട് G9 കണ്ടപ്പോൾ ഓടി നടന്ന് ചുറ്റും നടന്ന് ഫോട്ടോ എടുത്ത ആളാണ് ഞാൻ.
ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും G9 മാത്രമേ ഉള്ളൂ. ഇത് 43369 ഹുബ്ബള്ളി ഷെട്ടിൻ്റെ. ഇപ്പോൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ എല്ലാ സ്ഥലത്തും G9 ആണ്. അതായത് SWR ഇപ്പോൾ പാസഞ്ചർ ട്രെയിൻ ആയാലും ഫ്രൈറ്റ് ആയാലും G9 ആണ് അയക്കുന്നത്. ഇവിടെ റണ്ണിങ് റൂമൊക്കെ ഉണ്ട്. അപ്പോൾ മിക്കവാറും ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടായിരുന്നിരിക്കുമായിരിക്കും. അപ്പോൾ ഹോസ്പേട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് കൊപ്പളാണ്. അത് കഴിഞ്ഞാൽ ഗദക്. ഇതിൽ ഏതൊക്കെ കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണിക്കാം. അത് കഴിഞ്ഞാൽ കിടന്നുറങ്ങും. നമ്മൾ കൊപ്പൽ സ്റ്റേഷനിലാണ്. സിഗ്നൽ ആയി കഴിഞ്ഞു. ഞാൻ കൊപ്പൽ. ഞാൻ കുറച്ച് നേരം കിടക്കുമായിരുന്നു. അപ്പോഴാണ് ട്രെയിൻ കൂടെ കയറി വന്നത്. നമ്മൾ വിട്ടു കഴിഞ്ഞു. ഇവിടെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ഈ സ്റ്റോളിലോട്ട് വന്ന് ഇവിടെ വർക്ക് നടക്കാൻ തോന്നുന്നു സ്റ്റേഷനില്ല. അപ്പോൾ അങ്ങനെ കൊപ്പൽ സ്റ്റേഷൻ കഴിഞ്ഞു. കൊപ്പൽ എന്ന് പറഞ്ഞാലും കൊപ്പള എന്നാണ് കന്നഡയിൽ. അത്താഴം വന്നു. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണല്ലോ നോക്കിയാലോ. അപ്പോൾ ഇതാണ് ഡിന്നറിന് വന്നിരിക്കുന്നത്. ഉച്ചക്കണിക്കുന്ന സെയിം വരുന്നില്ല. പനീറിനൊരു കറി, ദാല്, സ്വീറ്റിന് പകരം അവർ ഇതാക്കി കക്കിരിയാക്കി, ചപ്പാത്തിക്ക് പകരം 3 പൂരിയാക്കി, ചോറ്, അച്ചാറ്, അതൊക്കെ തന്നെ. ഇതൊക്കെ തന്നെയാണ്. എങ്ങനെയുണ്ട് ഭക്ഷണം നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത സ്റ്റോപ്പായ ഗദക് ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. തീരെ വെളിച്ചമില്ല ഇവിടെ. ഗദക ജംഗ്ഷൻ. ഇപ്പോൾ പ്ലാറ്റ്ഫോം ഷെൽട്ടറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം ഷെൽട്ടറൊക്കെ വന്നു കഴിയുമ്പോൾ വിളിച്ചോ. പല സ്റ്റേഷനും ഇങ്ങനെ ബാക്ക് ലിറ്റായ ബോർഡുകളുണ്ട്. നല്ല ഐഡിയ. രാത്രിയിലും വിസിബിലിറ്റി ഉണ്ടാവും. നമ്മളങ്ങനെ ഗദക് ജംഗ്ഷനിലെത്തി. ഇതായിരുന്നു നമ്മുടെ റൈഡ്. മൈസൂർ ജംഗ്ഷൻ സായിനഗർ ഷിർഡി B6 ആണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മുടെ സിഗ്നൽ ഇതുവരെ മാറിയിട്ടില്ല. സിഗ്നൽ എപ്പോഴും റെഡ് തന്നെയാണ്. ആ ഒരു കോൺഫിഡൻസിൽ എവിടെ വരെയാണ് നിൽക്കുന്നത്. നമുക്ക് പുറപ്പെടാനുള്ള സ്റ്റാർട്ടറായി. സ്റ്റാർട്ടർ റൈറ്റിലോട്ടുള്ള റൂട്ട് ഇൻഡിക്കേറ്റർ. ഗദകിന് ആക്ച്വലി റൂട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ലൈൻ ഹുബ്ലിക്കും പോകും, ഒരു ലൈൻ ബാഗൽകോട്ട് ബിജാപ്പൂരിലേക്ക് പോകും. നമ്മൾ ബാഗൽകോട്ട് ബിജാപ്പൂർ ലൈനിലാണ് നമ്മൾ പോകുന്നത്. TT മാറി. ഇതാണ് നമ്മുടെ ഇവിടെ വരെ ഉണ്ടാകുന്ന TT. കുറേ ഭക്ഷണമൊക്കെ ഉണ്ടാകും ഇവിടെ. ഇഡ്ഡലി, പുലാവ്, വട ഒക്കെ ഉണ്ടാകുമല്ലോ ഇവിടെ. അടിപൊളിയായിരുന്നല്ലോ.
ആകെ മൊത്തം ആൾക്കാർ തോന്നുന്നത് മര്യാദയ്ക്ക് പോസ്റ്റ് പൊസിഷൻ നോക്കില്ല. എന്നിട്ട് ഇവിടെ വന്ന് കിടന്ന് ഒന്ന് വെച്ചോണ്ടിരിക്കുക. അത് മനുഷ്യരെ അപ്പോൾ ഫോക്സ്, ഈ പാർട്ട് ഓഫ് ദ വീഡിയോ നമ്മളിവിടെ തീർക്കുകയാണ്. കാര്യം ഇനിയും കുറേ റോ ഫുട്ടേജ് ബാക്കിയുണ്ട്. ഈ പാർട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും രാത്രിയായി, നമ്മളിതാ ഗദക് ജംഗ്ഷനിൽ ജസ്റ്റ് പുറപ്പെട്ടു. അപ്പോൾ ഈ രാത്രി തുടങ്ങുന്നതോടുകൂടി ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്ക് അടുത്ത പാർട്ടിൽ നാളെ രാവിലെ മുതലുള്ള യാത്ര, നാളെ രാവിലെ നേരം വെളുക്കുമ്പോൾ നമ്മൾ ഏകദേശം ദൗണ്ട് ജംഗ്ഷൻ എത്തും. അപ്പോൾ ദൗണ്ട് ജംഗ്ഷൻ മുതലുള്ള യാത്ര അടുത്ത പാർട്ടായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ്. അടുത്ത പാർട്ടിൽ എല്ലാവരും തിരിച്ചു വരുമല്ലോ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഗദക ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റോപ്പ് ബാഗൽകോട്ടിന് മുമ്പ് ഒരു സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ മിക്കവാറും ഉടനെ കിടക്കാൻ പോകും. നല്ല ഉറക്കം വരുന്നുണ്ട്.